ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. ഒരു ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഝാർഖണ്ഡിലെത്തി. ഗവർണർ സന്തോഷ് കുമാർ ഗ്യാങ്വാറും മുഖ്യമന്ത്രി ഹേമന്ത് സോറനും റാഞ്ചിയിലെ ബിർസ മുണ്ട വിമാനത്താവളത്തിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചു. പിന്നീട് ജംഷഡ്പൂരിലെത്തിയ ശ്രീമതി മുർമു കത്മയിലെ ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ തറക്കല്ലിടലും ഭൂമിപൂജയും നിർവഹിച്ചു. ഗവർണറും മുഖ്യമന്ത്രിയും ചടങ്ങിൽ പങ്കെടുത്തു. ഇസ്രായേൽ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഐസക് ഹെർസോഗുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ചർച്ച വിജയകരമായിരുന്നുവെന്ന് ശ്രീ മോദി പറഞ്ഞു. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന പ്രതിനിധിതല ചർച്ചകളും പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം ധാരണാപത്രങ്ങളുടെ കൈമാറ്റവും ഇരു നേതാക്കളുടെയും സംയുക്ത പ്രസ്താവനയും ഉണ്ടാകും. ഹിറ്റ്ലറുടെ കൂട്ടക്കൊലയ്ക്കിരയായ ജൂതന്മാരുടെ സ്മാരകമായ യാദ് വാഷയും രാവിലെ സന്ദർശിച്ച് ആദരാഞ്ജലി അർപ്പിച്ച ശ്രീ മോദി ഇവിടെ നടന്ന പ്രാർത്ഥനാ ചടങ്ങിലും പങ്കെടുത്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനൊപ്പമാണ് പ്രധാനമന്ത്രി ജെറുസലമിലെ സ്മാരകത്തിലെത്തിയത്. വൈകിട്ട് ഇന്ത്യൻ വംശജരായ ജൂത സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിക്കും. LDF സർക്കാർ ജനങ്ങൾക്ക് നൽകിയ 600 വാഗ്ദാനങ്ങളിൽ 580 എണ്ണവും പാലിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനതല പട്ടയമേളയുടെ ഔപചാരിക ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. BJPയും കോൺഗ്രസും ഒരേ നയങ്ങളാണ് വച്ചുപുലർത്തുന്നത്. സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന നയമാണ് LDFന്റേതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. കേരളം കണ്ട മഹാമാരികളെ ചെറുത്തു തോൽപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞതായും മുഖ്യമന്ത്രി പറഞ്ഞു. KSRTCക്ക് സർക്കാർ സഹായമായി 73.5 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. പെൻഷൻ വിതരണത്തിനുള്ള പ്രതിമാസ തുകയാണ് ലഭ്യമാക്കിയത്. ഈ വർഷം ഇതിനകം 1399 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി ലഭിച്ചത്. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന മന്ത്രി വീണ ജോർജിന്റെ ആരോഗ്യനില സംബന്ധിച്ച് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നു. ഇന്നലെ രാത്രിയാണ് മന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. മന്ത്രിയുടെ കഴുത്തിന് ക്ഷതമേറ്റതായാണ് വിവരം. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് BJP. ദേശീയ നിർവാഹക സമിതി അംഗം പത്മജ വേണുഗോപാൽ ചുവരെഴുതിയാണ് പ്രചാരണം ആരംഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തനിയാവർത്തനം തൃശൂരിൽ ഉണ്ടാകുമെന്ന് പത്മജ പറഞ്ഞു. 280 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആക്കുളം ചേറ്റുവ ജലപാതയുടെ ആദ്യഘട്ടം ഇന്ന് വൈകിട്ട് വർക്കലയിൽ ചിലക്കൂർ ബീച്ച് പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മൾട്ടി മോഡൽ ലോജിസ്റ്റിക് ഹബ്ബ്, രാജ്യത്തെ മുൻനിര ജലാധിഷ്ഠിത ടൂറിസം കേന്ദ്രം എന്നീ നിലകളുള്ള കേരളത്തിന്റെ വളർച്ചയെ ഇത് വേഗത്തിലാക്കും. 10 സംസ്ഥാനങ്ങളിലെ 37 രാജ്യസഭാ സീറ്റുകളിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അടുത്ത മാസം 16-നാണ് വോട്ടെടുപ്പ്. മഹാരാഷ്ട്ര, തമിഴ്നാട്, ബീഹാർ, പശ്ചിമബംഗാൾ, ഒഡീഷ, അസം, തെലങ്കാന, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നിവിടങ്ങളിലെ രാജ്യസഭാ സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി നാളെ മുംബൈയിലെത്തും. അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. ഇന്ത്യ കാനഡ CEOമാർ, വ്യാവസായിക സാമ്പത്തിക വിദഗ്ധർ, നൂതനാശയ വിദഗ്ധർ, അധ്യാപകർ തുടങ്ങിയവരുമായി അദ്ദേഹം സംവദിക്കും. മാർച്ച് 1-ന് അദ്ദേഹം ന്യൂഡൽഹി സന്ദർശിക്കും. ഹൈദരാബാദ് ഹൌസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം പ്രതിനിധിതല ചർച്ചകൾ നടത്തും. കർണാടകയിലെ ശിവമോഗയിൽ പുതിയതായി സ്ഥാപിച്ച 10 കിലോവാട്ട് FM ട്രാൻസ്മിറ്റർ സ്റ്റേഷൻ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 101.4 മെഗാഹെർട്സിൽ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രം ആകാശവാണി ഭദ്രാവതി സ്റ്റേഷന്റെ പ്രക്ഷേപണം ശിവമോഗയിലും മറ്റ് സമീപ ജില്ലകളിലും ലഭ്യമാക്കും. ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ 8 ഗ്രൂപ്പ് 1-ലെ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്ക പോരാട്ടം അല്പസമയത്തിനകം ആരംഭിക്കും. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ബൌളിംഗ് തെരഞ്ഞെടുത്തു. രാത്രി 7-ന് ചെന്നൈയിൽ നടക്കുന്ന ഗ്രൂപ്പ് 1-ലെ മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ സിംബാബ്വെയെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പോരാട്ടം വൈകുന്നേരം 7:30-ന് ഗോവയിലാണ് മത്സരം. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കങ്ങൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറും കമ്മീഷണർമാരായ സുഖ്ബീർ സിംഗ് സന്ധുവും വിവേക് ജോഷിയും ഇന്ന് അവലോകനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.